IDF ഡിവിഷൻ 98 ബ്രിഗിന്റെ നേതൃത്വത്തിൽ ഖാൻ യൂനിസിൽ ഹമാസ് ഭീകരരെ വധിച്ചതായി റിപ്പോർട്ട്. ഒരിടവേളയ്ക്ക് ശേഷം ഇവിടം മറയാക്കിയ ഭീകരരെ വധിച്ചതായാണ് സൈന്യം അവകാശപ്പെട്ടത്. സൈന്യം ഇവിടെ നിന്ന് 14 ആഴ്ചകൾക്ക് ശേഷം IDFും ഷിൻബെറ്റ് ഇന്റലിജൻസും പ്രദേശത്ത് പുനഃസംഘടിക്കുകയായിരുന്നു. ഹമാസുകളെ ഇല്ലാതാക്കാനാണ് ഭൂമിക്ക് മുകളിലും താഴെയുമായി ഒരേ സമയം ഓപ്പറേഷൻ നടത്തുന്നതെന്ന് IDF അറിയിച്ചു. വ്യോമാക്രമണങ്ങളും ടാങ്ക് ഷെല്ലിങ്ങും പുനരധിവാസത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. ഇസ്രയേൽ വ്യോമസേന ഇതിനകം തന്നെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, ലുക്കൌട്ട് പൊസിഷനുകൾ, തുരങ്കങ്ങൾ എന്നിവയുൾപ്പെടെ 50 ആക്രമണങ്ങൾ ഭീകര ഇൻഫ്രാസ്ട്രക്ചറിൽ നടത്തിയിട്ടുണ്ട്. സെൻട്രൽ ഗാസയിലെ മഗാസിയിൽ ഹമാസ് ഇസ്രയേലിന് നേരെ നിരവധി പ്രൊജക്ടലുകൾ വിക്ഷേപിച്ചു. എന്നാൽ റോക്കറ്റുകൾ ഇസ്രയേൽ പ്രദേശത്ത് കടന്നില്ല. ഒരെണ്ണം നുസ്രൈത്ത് പ്രദേശത്തെ സ്കൂളിൽ ഇടിച്ചതായി IDF അറിയിച്ചു. ഹമാസും പലസ്തീൻ ഇസ്ലാമിക ജിഹാദും റോക്കറ്റുകൾ തെറ്റായി പ്രയോഗിച്ചതോടെ ഗാസ മുനമ്പിനുള്ളിൽ പ്രൊജക്ടലുകൾ ലാൻഡ് ചെയ്തുവെന്നാണ് IDF പറയുന്നത്. തീവ്രവാദ ഗ്രൂപ്പുകൾ തൊടുത്തുവിട്ട റോക്കറ്റുകൾ 5-1 ഗാസയിൽ പതിക്കുകയും ചെയ്തുവെന്ന് IDF മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട്. നിലവിൽ വടക്കൻ ഗാസയിൽ IDF സേനയില്ല. ജനുവരി പകുതിക്ക് ശേഷം വടക്കൻ ഗാസയിൽ നിന്ന് IDF സൈന്യം 2ാം തവണ പിൻവാങ്ങുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. ഹിസ്ബുള്ള ഗലീലി ആക്രമിച്ചുവെന്ന് IDF പറഞ്ഞു. 1-ലധികം റൌണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചു. ഏകദേശം 10ഓളം റോക്കറ്റുകൾ കൂടാതെ ഡ്രോൺ പരമ്പരകളും കിരറ്റ് ഷ്മോണയ്ക്കും മെറോണിനും നേരെ തൊടുത്ത റോക്കറ്റുകളും ഡ്രോണുകളും വെടിവെച്ചു. പക്ഷേ ചിലത് കടന്നുപോയി, മറ്റുള്ളവ പൊട്ടിത്തെറിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി കാര്യമായ തീപിടുത്തത്തിന് ഇത് കാരണമായി. സമീപ മാസങ്ങളിൽ റോക്കറ്റുകളുടെ ഫലമായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ഷോട്ട് ഡൌൺ റോക്കറ്റുകളിൽ നിന്നുള്ള സ്ഫോടനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി മുതൽ പകൽ മുഴുവനും ഹിസ്ബുള്ളയ്ക്കെതിരെ IDF നിരവധി റൌണ്ട് ആക്രമണങ്ങൾ നടത്തി. 2 കമാൻഡർമാരെയും കൊലപ്പെടുത്തിയതായി സൈന്യം പറഞ്ഞു. കൂടാതെ ഹിസ്ബുള്ളയുടെ ഏറ്റവും സെൻസിറ്റീവ് ആസ്ഥാനമായ ലെബനീസ് വ്യോമാതിർത്തിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവിന്റെ പ്രകടനമായി IDF ബെയ്റൂട്ടിന് മുകളിലൂടെ വിമാനം പറത്തി. അതേസമയം വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് മൗനം പാലിച്ചും ഹമാസിന് മേൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും വ്യക്തമാക്കി US കോൺഗ്രസിന് മുമ്പാകെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടർന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരന്നവരെ രൂക്ഷമായി അധിക്ഷേപിക്കാനും നെതന്യാഹു മറന്നില്ല. ഇറാൻ പ്രയോജനപ്പെടുത്തുന്ന വിഡ്ഢികളെന്നും തെഹ്റാന്റെ ഫണ്ട് സ്വീകരിക്കുന്നവരെന്നും പ്രക്ഷോഭകരെ നെതന്യാഹു വിമർശിച്ചു. 50ഓളം ഡെമോക്രാറ്റുകൾ അംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചു. വൈസ് പ്രസിഡന്റും കമലാ ഹാരിസ് ഉൾപ്പെടെയുള്ളവരും വിട്ടുനിന്നു. യുദ്ധക്കുറ്റവാളികളെ ആദരിച്ച നടപടി ലജ്ജാകരമെന്നും ചില ഡെമോക്രാറ്റിക് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. US കോൺഗ്രസിന് പുറത്ത് ആയിരങ്ങൾ നെതന്യാഹുവിനും ഇസ്രയേലിന് ആയുധം കൈമാറുന്ന ബൈഡൻ ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധിച്ചു. 5 പ്രക്ഷോഭകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദോഹയിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രയേൽ സംഘം ഇന്നലെ എത്തുമെന്നായിരുന്നു വിവരം. താൽക്കാലിക വെടിനിർത്തൽ സമയം കഴിഞ്ഞാൽ ഗാസയിൽ യുദ്ധം തുടരാൻ രേഖാമൂലമുള്ള അനുമതി വേണമെന്ന് നെതന്യാഹു ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ഖാൻ യൂനീസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 121 പേർ കൊല്ലപ്പെട്ടു, 100 കണക്കിന് പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.